വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആവുന്നങ്ങളെ ജീവനുള്ള വിത്തുകൾ, അതായത് സീഡ്സ് ഓഫ് ലൈഫ്. ഞാൻ വിചാരിച്ചു ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 3 ചാപ്റ്ററേ ഉള്ളത്, പക്ഷേ ഇപ്പം 4 ചാപ്റ്റർ മിക്ക സ്കൂളുകളിലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററും ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. നോക്കിക്കേ, ജീവനുള്ള വിത്തുകൾ അല്ലെങ്കിൽ സീഡ്സ് ഓഫ് ലൈഫ്. ഞാൻ കുറച്ച് പാഠം പഠിപ്പിച്ചിട്ട് അതിൻ്റെ നോട്ടൊക്കെ തരാം കേട്ടോ. നോക്കണേ നിങ്ങളെ. ഇവിടെ ഫസ്റ്റിലെ അതിൽ ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും നോക്കണേ. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ടെസ്റ്റ് ആദ്യമേ എടുത്തിട്ടൊന്ന് തുറന്ന് നോക്കണേ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? തുറന്നു നോക്കാറൊക്കെ ഉണ്ടോ? നോക്കിക്കേ, 4ാമത്തെ ചാപ്റ്റർ ജീവനുള്ള വിത്തുകളാണ്. ഞാനൊരു കഥ വായിക്കാം കേട്ടോ. ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നേ. ഈ രാജാവിന് നാട്ടിലെ കുട്ടികളുടെ സത്യസന്ധത പരിശോധിക്കണമെന്ന് തോന്നി. ഒരു ദിവസം രാജാവ് കുട്ടികളെ എല്ലാം രാജകൊട്ടാരത്തിൽ വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവർക്കും കുറേ വിത്തുകൾ നൽകി. ഈ വിത്തുകൾ മുളപ്പിച്ച് 3 മാസം കൊണ്ട് ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുമെന്ന് ഈ രാജാവ് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ കൂട്ടത്തിൽ കർഷക ബാലനായ പിങ്ങും ഉണ്ടായിരുന്നു. പിങ്ങെന്ന് പറയുന്ന ഒരു കഥാപാത്രം കേട്ടോ, ഒരു കൊച്ചാണ്. അപ്പം പിങ്ങും ഉണ്ടായിരുന്നു. അവന് വിത്തുകൾ ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചിട്ടും വിത്ത് മുളച്ചില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞ് ഈ കുട്ടികളെല്ലാം കുട്ടികളെല്ലാം എന്ത് ചെയ്യുന്നറിയോ, പൂത്ത ചെടികളുമായിട്ട് കൊട്ടാരത്തിലെത്തി. കാലിച്ചെട്ടിയുമായിട്ട് കൊട്ടാരത്തിലെത്തിയ പിങ്ങിനെ അവരെല്ലാവരും കൂടി കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെയും ചെടികൾ പരിശോധിച്ചു. പിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് പറഞ്ഞു, ഇവനാണ് വിജയ്. കാരണം ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നത് ജീവനില്ലാത്ത വിത്തുകളായിരുന്നു. മനസ്സിലായോ? ഇതാ നമ്മുടെ മെറും ബോക്സിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ നിങ്ങളെ? ഈ കഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിങ്ങിൻ്റെ കഥ നിങ്ങൾ വായിച്ചോ? ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കിക്കോണേ. പിങ്ങിൻ്റെ കഥ നിങ്ങൾ വായിച്ചല്ലോ. ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളൂ അല്ലേ? ചെറിയ വിത്തിനുള്ളിലെ ജീവൻ വളർന്നല്ലേ വൻ മരങ്ങൾ വരെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമായ പലതരം വിത്തുകൾ ശേഖരിക്കൂ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിത്തുണ്ടോ? കാണുമല്ലോ. ഉണ്ട്. പയറുണ്ട്, പിന്നെ ഗ്രീൻ പീസ്, പയർ, പിന്നെ കടല, പിന്നെ നമ്മളീ പറയുന്ന കപ്പലുണ്ട്, എന്തെങ്കിലുമൊക്കെ. ഇതെല്ലാം സീഡ്സുകളല്ലേ. വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതാനാണ് ഫസ്റ്റ് ചോദ്യം. നോക്കൂ നിങ്ങളെ. വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ വിത്തുകൾ കൊണ്ടുവന്നിട്ട് അവയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക. എന്തൊക്കെ എഴുതണം? ചെടി ഏതാന്ന് വെച്ചാൽ അതിൻ്റെ പേര്, നിറം ഏതാന്ന് വെച്ചാൽ നിറം, വലിപ്പം, ആകൃതി, എന്തെങ്കിലും മറ്റു പ്രത്യേകതകളുണ്ടെങ്കിൽ അത് എഴുതാനാണ്. അപ്പം നമുക്ക് നോക്കിക്കേ, ഞാൻ ഫസ്റ്റ് നോക്കാം. 2 വിത്തുകൾ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചിട്ട് അവയുടെ സവിശേഷതകൾ എഴുതുക. കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേ ദ സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. 2 വിത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ കൊടുത്തിരിക്കുന്നത് നെയിം ഓഫ് ദ പ്ലാന്റ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ചോദ്യമാണ്. ഇത് കണ്ടില്ലേ? ക്വസ്റ്റ്യനിലെ ചോദ്യമല്ല, ക്വസ്റ്റ്യനകത്തിൽ തന്നിരിക്കുന്ന ഹിന്ദികളാണ്. ചെടിയുടെ പേര്, നിറം, വലിപ്പം, ആകൃതി, മറ്റു പ്രത്യേകതകൾ. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. നെയിം ഓഫ് ദ പ്ലാന്റ്, ചെടിയുടെ പേര്. ഇപ്പൊ ആപ്പിള് അല്ലേ, അതിന്റെ കളർ എന്താണ്? ബ്രൗണ് ആണല്ലോ. ബ്രൗണ് അതിപ്പോ ലൈറ്റ് റെഡ് എന്നോ എന്തേലും കൊടുക്കാം. സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാൾ ആണ് അല്ലേ. നമ്മൾ ആപ്പിളിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഇതിന്റെയൊക്കെ എന്താണ് കൊടുക്കുന്നത്? പേരെന്താണ്, കളറ്, സൈസ്, അതിന്റെ ഷേപ്പ്, ഇനി മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത്. അപ്പൊ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊരു ഹിന്റ് മാത്രം തരുമോ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അറിയാവുന്ന സീഡ്സ് ഏതാണോ അതിനെക്കുറിച്ച് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നോക്കൂ, ഷേപ്പ് എന്ന് വെച്ചാൽ ആകൃതിയാണ്. ഒന്ന് ടിയർ ഡ്രോപ്സ് എന്ന് വെച്ചാൽ കണ്ണുനീർന്നാണ്. കണ്ണുനീർത്തുള്ളി ഒരുമാതിരിയോ കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ഷേപ്പാണ് നമ്മുടെ ആപ്പിളിന്. പിന്നെ അതർ ഫീച്ചേഴ്സ്, മറ്റെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒക്കെ എഴുതിക്കോ. സ്മൂത്ത് സർഫസ് ആണ് എന്നൊക്കെ. എൻ്റെ പുറത്ത് നോക്കുമ്പോൾ എന്താണ് തൊടാൻ നല്ല ഇതല്ലേ, അതാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അകം, പക്ഷേ ഇച്ചിരി കട്ടിയുള്ളത് അല്ലേ. ആപ്പിൾ അങ്ങ് തൊടുമ്പോഴേ അങ്ങ് കടികൊള്ളുന്നതാണോ? ഇച്ചിരി കട്ടിയുള്ളത് അല്ലേ. ഇനി നെയിം ഓഫ്, ഇനി വേറൊരു, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു 2 എഴുതാനാണ് പറഞ്ഞത്. നെയിം ഓഫ് പ്ലാന്റ്സ് അടുത്ത് നോക്കിക്കേ. മാംഗോ, മാങ്ങ. ചെടിയുടെ പേര് മാവ്. കളറ് ലൈറ്റ് ബ്രൗൺ അല്ലേ. നമ്മളെ മാങ്ങ കിളിച്ച് വരുമ്പോൾ ഒരുമാതിരി കണ്ടിട്ടുണ്ടോ? കണ്ണിമാങ്ങയുടെ കളർ അതാ. സൈസ് അല്ലെ വലിപ്പം എന്ന് വെച്ചാൽ ഇത് വലുതും ആകും. അതുപോലെ തന്നെ ഷേപ്പ്, ആകൃതി മാങ്ങയുടെ ആകൃതി ഓവൽ ഷേപ്പാണ് അല്ലേ, ഓവലാണ്. പിന്നെ അതർ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഔട്ടർ ഷെയർ എന്ന് വെച്ചാൽ ഈ മാങ്ങാണ്ടി കണ്ടിട്ടുണ്ടോ? ഭയങ്കര കട്ടി. നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് ഈ മാങ്ങാണ്ടിയെ കടിക്കാൻ വല്ലതും പറ്റുമോ?
ചില പിള്ളേരൊക്കെ അതും ഇരുന്ന് കടിച്ചു പറിക്കുന്നതാണ് അല്ലേ. എന്നാലും മാങ്ങ തിന്നുന്ന പോലെ അതിനകത്തെ ഷെല്ലിനെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല, അത് ഹാർഡ് ഔട്ടർ ഷെല്ലാണ്. അപ്പം ഇതിപ്പോൾ ഞാനൊരു ഹിൻഡ് തന്നതേ ഉള്ളൂ നിങ്ങളെ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2 സീഡ്സിൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി ജീവനുള്ളവയാണെങ്കിൽ പോലും മണ്ണിൽ കുഴിച്ചിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? ഇനി എല്ലാ വിത്തുകളും മുളയ്ക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാ വിത്തുകളും മുളയ്ക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളെ? വിത്തുകളെല്ലാം എല്ലാത്തിലും നല്ലതും പന്നലും ഉണ്ടല്ലേ. എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്നില്ല. നോക്കിക്കേ, നമുക്ക് എങ്ങനെ ഇനി ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ നിങ്ങളെ, ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് നോക്കിക്കോണേ. നോക്കിക്കേ, വിത്തുകൾ മുളപ്പിച്ച് നമുക്ക് നോക്കാം. വിത്തുകൾ മുളയ്ക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്? നിങ്ങളുടെ ഊഹം ഒന്ന് എഴുതി നോക്കാം. നമ്മളൊരു വിത്ത് കൊണ്ട് നടുക. അതെ, നിങ്ങളുടെ സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ അതിനൊരു ഏതോ ഒരു ദിവസം ഉണ്ടല്ലോ നിങ്ങൾ, അതിന് വിത്തുകളൊക്കെ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ കൊണ്ടുവരുന്ന കാണാം കേട്ടോ. ചീരയുടെ വിത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെണ്ടയ്ക്കയില്ലേ, വെണ്ടയ്ക്ക, അതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് മണ്ണ് നീക്കി അങ്ങോട്ടങ്ങ് വെക്കുവാണോ? വെച്ച് കഴിഞ്ഞാൽ കിളിക്കുമോ? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഒരു വിത്ത് കൊണ്ടുവന്ന് മണ്ണിൽ കൊണ്ടുവന്ന് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ കിളിക്കുമോ കുഞ്ഞുങ്ങളെ? അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. കിളിക്കുമോ? ഇല്ല. എന്ത് കൊടുക്കണം? അത് ആദ്യമേ നല്ല മണ്ണായിരിക്കണം അല്ലേ. എവിടെയെങ്കിലും കൊണ്ടുവന്ന് അങ്ങ് വെച്ചാൽ എന്ന് കിളിക്കുമോ? ഇല്ല, നല്ല മണ്ണായിരിക്കണം. അതുപോലെ തന്നെ അതിന് കറക്റ്റിന് വെള്ളം കൊടുക്കണം. കൊണ്ടുവന്ന് അതിൻ്റെ മണ്ടയിലോട്ട് ഒരു കാലം വെള്ളം കിളിക്കെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപിടിച്ചാൽ മതിയോ? അല്ല, കറക്റ്റായ അളവിന് അതിന് വെള്ളം കൊടുക്കണം. സൂര്യപ്രകാശം കിട്ടുന്നിടത്തായിരിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമോ? കറക്റ്റായ വായു അല്ലേ, വായു കിട്ടുന്ന സ്ഥലത്താണോ? ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു 3-4 പേര് കൊടുക്കണം. ഇനി നിങ്ങളുടെ ഊഹം ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഇത് കണ്ടെത്താൻ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ. ഒരു ഗ്ലാസ്സിൽ അല്പം നനഞ്ഞ മണ്ണെടുത്തിട്ട് ഏതാനും പയർ വിത്തുകൾ അതിലിടുക. നനഞ്ഞ മണ്ണെടുത്തിട്ട് കേട്ടോ. പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് അത് വെക്കുക. ഈ നനവ് നിലനിർത്താൻ ആവശ്യമായ തോതിൽ വെള്ളവും നൽകുക. എല്ലാ ദിവസവും എന്നിട്ട് ചെന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. അവിടെ എന്തെല്ലാം ഘടകമാണ് വിത്തിന് ലഭിച്ചത് എന്ന് നിങ്ങൾ നോക്കണം. എന്തൊക്കെ കിട്ടും കുഞ്ഞുങ്ങളെ? നമ്മൾ മണ്ണിനകത്ത് കൊണ്ടുവന്നിട്ട് ആ മണ്ണ് കിട്ടും. ജലമുണ്ട്, വായുവുണ്ട്, സൂര്യപ്രകാശമുണ്ട് അല്ലേ. സോയില്, വാട്ടർ, എയർ, സൺലൈറ്റ് ഇംഗ്ലീഷുകാർക്കുണ്ട് കേട്ടോ. ഈ വിത്ത് മുളയ്ക്കാൻ ഈ ഘടകങ്ങളെല്ലാം ആവശ്യമാണോ? ഇത് നിങ്ങൾ കണ്ടിടും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് ഇത്രയും കാര്യം ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ അത് കിളിച്ചു വരത്തുള്ളൂ. നമ്മൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നോക്കൂ. ഇനി നമ്മളോട് ഫസ്റ്റ് ചോദിച്ചത് വിത്തുകൾ മുളപ്പിച്ച് നോക്കാം. ഇത് ഓരോ ഘട്ടം ഓരോ പാർട്ടായിട്ടാണ് കേട്ടോ. വിത്ത് മുളയ്ക്കാനേ മണ്ണ് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. വിത്ത് മുളയ്ക്കാൻ ഈ മണ്ണിൻ്റെ ആവശ്യമുണ്ടോ? വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും? മണ്ണിലല്ലാതെ വെച്ച വിത്ത് മുളയ്ക്കുമോ എന്ന് പരിശോധിച്ചാൽ പോരെ? ഒരു ചില്ല് ഗ്ലാസ്സിൽ നനഞ്ഞ പഞ്ഞി എടുത്തിട്ട് അതിനുള്ളിൽ വിത്ത് വെച്ച് നോക്കുക. ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കുന്നതെന്നും ഏതെല്ലാം ഘടകങ്ങളാണ് വിത്തിന് ലഭിക്കാത്തതെന്നും ഒരു ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ജലവും വായുവും സൂര്യപ്രകാശവും വിത്തിന് ലഭിക്കുന്നതാണ് അല്ലേ. വിത്തിന് ലഭിക്കുന്ന ഘടകങ്ങൾ കണ്ടോ നിങ്ങളെ? ഇത് ഇംഗ്ലീഷ് മീഡിയക്കാരുടെ പുസ്തകത്തിൽ നോക്കണേ. വിത്തിന് ലഭിക്കാത്ത എന്താണ്? ഇവിടെ നമ്മൾ എന്തോത്തിലാണ് ഇട്ട് വെച്ചത്? ഒരു ചില്ല് ഗ്ലാസ്സിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അതിനകത്ത് മണ്ണ് കിട്ടുന്നുണ്ടോ? അപ്പം നമുക്ക് കിട്ടാത്തത് ഏതാണ്? വിത്ത് ലഭിക്കാത്തത് മണ്ണാണ്. അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇനിയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്രയും പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും, ഇതിന് ഞാൻ ഇനിയും തരണ്ടല്ലോ, നിങ്ങൾ അറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സീഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിക്കോട്ടെ എടുത്തിട്ട് അതിൻ്റെ കളറും അതിൻ്റെ സൈസും അതിൻ്റെ ആകൃതിയും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് നിങ്ങളോട് ചോദിച്ചത്. രണ്ടാമത്തെ എന്താവും നിങ്ങളെ? രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, what factors are required for germinations of the seed, right? ഒരു വിത്ത് മുളയ്ക്കാൻ എന്തെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ, ഒരു വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ നമുക്ക് ആവശ്യമാണ്? what factors are required for germination of the seeds? നിങ്ങളുടെ ഊഹം അനുസരിച്ച് എഴുതാം. നമ്മൾ പറഞ്ഞായിരുന്നു ഈ 4 ഉറപ്പായിട്ടും വേണം. എന്തൊക്കെയാ? വാട്ടർ വേണം, സൺലൈറ്റ് വേണം, പിന്നെന്താ 2 വെള്ളം എഴുതി വെച്ചോ. വാട്ടർ, സൺലൈറ്റ്, വായു, പിന്നെ എന്താ നിങ്ങളെ മണ്ണ് കേട്ടോ. സോയിലിന് അവിടെ വീണ്ടും വാട്ടർ ഇവിടെ സോയിലാണ് കേട്ടോ. സോയിലാണ്. സോയിലെന്ന് വെച്ചാൽ എന്താ? മണ്ണ് കേട്ടോ. ഈ 4 എന്തായാലും നമുക്ക് വേണ്ടുന്ന കാര്യമാണ് കേട്ടോ.
ഓക്കെ, എൻ്റെ മലയാളം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എഴുതാമല്ലോ നിങ്ങളെ. വാട്ട് എന്താ ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻസ് ഓഫ് ദ സീഡ്സ്. ഓക്കെ ആണോ നിങ്ങളെ? അടുത്തത് ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ പേജിൽ, അതായത് 58ാമത്തെ പേജിലെ ഫുള്ള് നമ്മൾ പറഞ്ഞു. ഇനി നോക്കൂ നിങ്ങളെ, 59ാമത്തെ പേജ്, വിത്ത് മുളയ്ക്കാൻ നമ്മൾ ജലം ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താണ്, മണ്ണ് ആവശ്യമുണ്ടോ, മണ്ണ് വേണോ എന്താ ചോദിച്ചേക്കുന്നത്. മണ്ണില്ലാതെയും കിളിക്കുന്നതുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് പറയാം. വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ? ഉണ്ടോ? വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്തും? ഏത് ഘടകം ലഭ്യമാക്കാതെയാണ് പരീക്ഷണം ചെയ്യേണ്ടത്? പരീക്ഷണം നിങ്ങൾ തന്നെത്താനെ ഒന്ന് ചെയ്തു നോക്കാനാണ് പറയുന്നത്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ ഏതെങ്കിലും വിത്ത് കിളിക്കാറുണ്ടോ? ഇല്ല. എന്താ ഒന്നുകിൽ എന്താ അവിടെ കിടന്ന് കരിഞ്ഞു പോകും അല്ലേ? വിത്തിന് ഏത് വിത്ത് നടക്കാനും ജലം ആവശ്യമാണ്, അതൊക്കെ അറിയണം കേട്ടോ. അടുത്ത, വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നാ. വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്നെങ്ങനെ കണ്ടെത്തും? എല്ലാവരും തന്നെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒഴിവാക്കേണ്ട ഘടകം ഏതാണ്? ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ഒരു ഗ്ലാസും ആ ഗ്ലാസ്സിനകത്തിൽ അടച്ചു വെച്ചിരിക്കുകയാണ്, ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക അല്ലേ. അപ്പം ഇവിടെ അവർ കാണിച്ചിരിക്കുന്ന പരീക്ഷണം നോക്കാൻ പറഞ്ഞിരിക്കുക. ഒരു വിത്തുണ്ട്, അത് മണ്ണിലാണ് ഇട്ടിരിക്കുന്നത്, അതിനകത്ത് ജലം ഉപയോഗിക്കണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്തും? ഇവിടെ എന്തെല്ലാമാണ് ഒഴിവാക്കേണ്ട ഘടകം? ഒഴിവാക്കാൻ പരീക്ഷണത്തിൽ എന്തെല്ലാം മാറ്റം നോക്കിക്കേ. ഇത് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത്, ഇത് ഒരു കുപ്പി ഗ്ലാസ്സിലായിരുന്നു അല്ലേ. സുതാര്യമായ ഗ്ലാസ്സിന് പകരം, അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്ത് നിന്ന് കാണാം അല്ലേ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്കില്ല അല്ലേ, അപ്പോൾ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അല്ലേ. ഇതാണെങ്കിൽ നമുക്ക് ആ വിത്ത് കാണാം, വിത്ത് ഓരോ ദിവസവും പൊട്ടിക്കിളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാം. പക്ഷേ ഇതോ സ്റ്റീൽ ഗ്ലാസ് ആണ്, അകത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്കറിയില്ല അല്ലേ. സുതാര്യമായ ഗ്ലാസ്സിന് പകരം അവർ എന്താണ് ചെയ്തത്? സ്റ്റീൽ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നതെന്ന് കേട്ടോ. ഇത് എന്തെല്ലാം മാറ്റങ്ങൾ ഇതിൽ നിന്നും വരുത്തണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നമ്മൾ ഈ ടോപ്പിൽ ഏതെടുത്ത് മാറ്റിയെങ്കിൽ അല്ലേ, എങ്കിലല്ല കിളിക്കത്തുള്ളൂ. അത് കിളിച്ച് വന്നാലും ഇതിനകത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഇതായിട്ടിരിക്കുക, വെളിയിലോട്ട് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഏതൊരു ചെടിയും കിളിക്കത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കേ, പരീക്ഷണം ചെയ്ത് നോക്കാനാ. ഇതുവരെ ആസൂത്രണം ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ലഭിക്കുന്ന വിധം കേട്ടോ. ഇനി പരീക്ഷണം ചെയ്തു നോക്കുന്ന ഇതെല്ലാം ലഭിക്കുന്ന വിധം ഒരു ചെറുപയറുണ്ടല്ലോ, പച്ച ചെറുപയർ, ആ വിത്ത് വെക്കുക. മറ്റു 3 ഗ്ലാസ്സുകളിൽ മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയിൽ ഓരോന്ന് ലഭിക്കാത്ത വിധവും വെക്കുക. ഇതെല്ലാം ലഭിക്കുന്ന വിധവും വെക്കുക, ലഭിക്കാത്ത വിധവും വെക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്തിട്ട് ഓരോ ദിവസവും നിരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് ചോദിച്ചത്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ വീട്ടിലെ പഴയ ചെവിടൊക്കെ പൊട്ടിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തിൽ ചുമ്മാ 2 3 ഒക്കെ ഇട്ടാൽ മതി. വാരി വലിച്ചാട്, കാരണം പയറിനൊക്കെ ഭയങ്കര വിലയാണ്. വാരി ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് കിളിക്കുമെന്ന് നോക്കി ഇരിക്കില്ല കേട്ടോ. ഒരു 3-4 എണ്ണം വീതം ഒരു ഗ്ലാസ് എടുത്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യത്തേലും രണ്ടാമത്തേലും ഒക്കെ എന്തോ ഇടണ്ടെന്ന് കണ്ടോ, ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിട്ടിട്ട് നിങ്ങളൊന്ന് നോക്കണേ കേട്ടോ. എന്തുവാ അവിടെ സംഭവിക്കുന്നതെന്ന്. നിങ്ങളുടെ 1-ാമത്തെ ദിവസം എന്താണ്, 2 3 4 ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ എന്തോ എണ്ണം ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണമെന്നാണ് പറയുന്നത്. അതിനി പ്രത്യേകിച്ച് ഞാൻ നോട്ട് തരണ്ടല്ലോ. നിങ്ങൾ കണ്ടത് എന്താണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ 59ാമത്തെ പേജിൽ അത്രയേ ഉള്ളൂ. നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഞാൻ എഴുതിയത്. എല്ലാം പ്രധാനപ്പെട്ടതാണ്, എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാൽ ഞാൻ എഴുതിയേക്കുന്നത്. നോക്കുന്നില്ല, വിത്ത് മുളയ്ക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ വേണമെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. എപ്പോഴും ഓർത്താൽ മതി, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തൊക്കെ വേണം കുഞ്ഞുങ്ങളെ? സൂര്യപ്രകാശം വേണം അല്ലേ, സൺലൈറ്റ്, എയർ വേണം, വായു വേണം, ജലം, വാട്ടർ വേണം, പിന്നെന്താ ഒരെണ്ണോടുണ്ടായിരുന്നല്ലോ, സോയിൽ, മണ്ണ് അല്ലേ. വിത്ത് മുളയ്ക്കാൻ ഇവയ്ക്ക് പുറമെ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ ആവശ്യമുണ്ടോ? എങ്ങനെ നമുക്ക് കണ്ടെത്താം? പരീക്ഷണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് പറഞ്ഞിരുന്നത്. മുമ്പ് നമ്മൾ ചെയ്തില്ലേ, അത് പരീക്ഷണം നിങ്ങളൊക്കെ ചെയ്ത് നോക്കണം ഓരോന്നും കേട്ടോ. ടീച്ചർ മിക്കവാറും നിങ്ങൾക്ക് ഈ പാഠം എടുക്കുമ്പം ചെയ്തുകൊണ്ട് വരാനും ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. നോക്കൂ നിങ്ങൾ, അടുത്ത മെയിൻ ക്വസ്റ്റ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ എഴുതുന്നത്. ഇത് വിത്ത് മുളയ്ക്കൽ നിങ്ങളെ ഫോർ സീഡ് ടു ജെർമിനേറ്റ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഫോർ സീഡ് ടു ജെർമിനേറ്റ് എന്ന് വെച്ചാൽ വിത്ത് മുളയ്ക്കാൻ. ഓക്കെ ആണോ? അതെന്താ പറയുന്നത് നോക്കിക്കേ. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. വാട്ട് ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആർ ആൾസോ നെസസറി ഫോർ സീഡ് ജെർമിനേഷൻ. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈം ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ.
വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ഇതിനകത്തിൽ വലിയ വാക്ക് എന്തോ ഉണ്ട് നിങ്ങളൊന്ന് പറയാം. 5ാം ക്ലാസ്സിൽ പഠിക്കുകയല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അയ്യോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആൻസറോ എന്ന് പേടിക്കേണ്ട. നമ്മൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. വാട്ടർ എന്ന് വെച്ചാൽ വെള്ളം. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വിത്ത് മുളയ്ക്കാൻ നമുക്ക് എന്തായാലും ജലം ആവശ്യമാണ് ആണല്ലോ. വാട്ടർ ഈസ് നെസസറി എന്ന് വെച്ചാൽ ആവശ്യമാണ് ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഒരു വിത്ത് മുളയ്ക്കാൻ വാട്ടർ ആവശ്യമാണ്. ഓക്കെ ആണോ? എൻ്റെ മലയാളം ഉണ്ട് താഴെ കേട്ടോ. ഇംഗ്ലീഷ് നോക്കിക്കേ, ഇംഗ്ലീഷുകാരെ എൻ്റെ അർത്ഥം മനസ്സിലാക്കണേ, മലയാളം ഞാൻ പറയാം. വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, വിത്ത് മുളയ്ക്കണമെങ്കിൽ ജലം ആവശ്യമാണ്. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല എന്നാ പറയുന്നത്. എന്നാൽ വിത്ത് മുളയ്ക്കുന്ന സമയത്തെ, കാരണം ഇലയൊക്കെ ആയതിനു ശേഷം നമുക്ക് ബാക്കി ചിന്തിക്കാം. ഇപ്പൊ നോക്കിക്കേ, ഒരു പെട്ടെന്നൊരു വിത്ത് മുളയ്ക്കുന്ന നിങ്ങളുടെ ടെസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മനസ്സിലായി, ഞാൻ കാണിക്കാം. ഇപ്പൊ ഇത് നോക്കിയേ. ബട്ട് ദ ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. നമ്മൾ ഈ പെരയ്ക്കകത്തൊക്കെ മുറിക്കകത്തിലൊക്കെ ചില മണി പ്ലാന്റും അതും ഇതൊക്കെ വെക്കുന്നുണ്ടോ. ഇപ്പൊ ഈ കോവിഡ് സമയത്താണെങ്കിൽ ഏത് വീട്ടിലോട്ട് ചെന്നാലും കുപ്പിക്കകത്ത് ചെടി, മുറിക്കകത്തിൽ ഏത് മുറിയൊക്കെയാണ് കുപ്പിക്കകത്ത് ചെടിയായിരുന്നു, അറിയാമോ നിങ്ങളെ? ഇല്ല, നിങ്ങൾ ഈ കോവിഡ് സമയത്തെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ നിങ്ങളെ? കോവിഡ് ആയപ്പോൾ എന്താണ്, നമ്മൾ വീട്ടിൽ ഇരുന്ന് എവിടെയെങ്കിലും ഒക്കെ കിടന്ന കുപ്പികളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പച്ചച്ചെടികളെല്ലാം അതിനകത്തിൽ നിറച്ച് വെക്കും അല്ലേ. അതെല്ലാം മുറിക്കകത്തിലിരിപ്പുണ്ട്. കുറച്ചൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കിളിക്കും, കുറേയൊക്കെ ഇല്ലയോ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും ഇല്ല. സംരക്ഷിക്കുന്നതിൻ്റെ അനുസരിച്ച് ചിലയിടത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കാം. ബിസൈഡ്സ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർസ് ആർ ആൾസോ നെസസറി ഫോർ എ സീഡ് ജെർമിനേഷൻ. ഇനി അത് മാത്രമാണോ നിങ്ങളെ, വെള്ളവും ജലത്തിന് പുറമെ നമുക്ക് വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് വെള്ളം ആവശ്യമാണ്. ഈ മണ്ണും സൂര്യപ്രകാശവും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വാട്ടർ, എയർ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ, വെള്ളവും വായുവും അതുപോലെ തന്നെ അനുയോജ്യമായ താപനിലയും എന്നിവയും വിത്ത് മുളയ്ക്കാൻ ഏറ്റവും ആവശ്യമാണ്. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻസ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. ഡിഫറെൻറ്റ് സീഡ്സ് ഹാവ് ഡിഫറെൻറ്റ് ജെർമിനേഷൻസ് ടൈം ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. എന്താ നിങ്ങളെ, വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്ത അല്ലേ. ഓരോ ചെടിക്ക് ഓരോ രീതിയിലല്ലേ, അല്ലയോ നിങ്ങളെ? ആണല്ലോ, നമുക്കറിയാം. അത് എന്താ പറഞ്ഞാൽ, വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും അല്ലേ, എന്താ അവിടെ പറയുന്നത്, സ്യൂട്ടബിൾ ടെമ്പറേച്ചറും അതുപോലെ തന്നെ സീഡ്സ് മുളയ്ക്കാനെടുക്കുന്ന ടൈമും ഒക്കെ എന്താണ്, വ്യത്യസ്തമാണ്. അപ്പം മലയാളം എന്താ, വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ്, എന്നാൽ മണ്ണ്, സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല. ജലത്തിന് പുറമെ വായു, അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ്. വ്യത്യസ്ത വിത്തുകൾ മുളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ്. അതിന് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അത്രയും സമയം ഞാൻ എടുത്തേ. അത് പഠിക്കണേ കുഞ്ഞുങ്ങളെ. സീഡ്സ് ടു ജെർമിനേറ്റ്, എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നതെന്ന് കേട്ടോ. ഇനി നിങ്ങളുടെ വിത്തിന് ജീവൻ വരുന്നത് എന്താ, കണ്ടോ, ഇത് കണ്ടോ നിങ്ങളെ, വിത്തിനുള്ളിലെ ജീവൻ. നിങ്ങളുടെ ചെറുപയർ വിത്തിൻ്റെ മുളയ്ക്കലാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, നമ്മളൊരു വിത്ത് കൊണ്ട്, ഇത് മണ്ണാണ്, മണ്ണിനകത്ത് കൊണ്ട് നട്ടു വെച്ചിരിക്കുക, കണ്ടോ. അത് ഇതിനെ റാഡിക്കിൾ എന്നാ പറയുന്നത്. എന്താ നിങ്ങളെ, റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്നാണ് കേട്ടോ. അതിൻ്റെ ചെറിയൊരു കിളിപ്പ് തന്നെ കണ്ടോ, ഒരു ഇച്ചിരി കിളിപ്പ് വന്നിട്ട് അത് മണ്ണിനകത്തിലോട്ട് ഇറങ്ങി, കണ്ടോ, മണ്ണിലോട്ട് ഇറങ്ങി വരികയാണ്. ഇത് കാണുന്നുണ്ടോ? ഇനി മൂന്നാമത്തെ ദിവസം കണ്ടോ, അതാണ്ടേ അത് കുറച്ചും കൂടി വന്ന് അതിനാണ്ട് കണ്ടോ, ഈ വേരുകൾ കണ്ടോ ഇങ്ങനെ സ്പ്രെഡായി തുടങ്ങി. ഇനി അത് കഴിഞ്ഞിട്ടോ, അത് മൂന്നാമത്തെ 1, 2, 3 4ാമത്തെ സ്റ്റെപ്പിൽ എന്താ, ആ വിത്ത് പൊട്ടും, കണ്ടോ പൊട്ടാൻ തുടങ്ങിയോ. ഇതിൻ്റെ ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ എന്നാണ് പറഞ്ഞത്. കോട്ടിലിഡോൺ ബീജപത്രം നോക്കിക്കേ, അതിന് വേരുമായി ദണ്ട ഇല കിളിക്കാൻ തുടങ്ങി, കണ്ടോ ഇല പൊട്ടുന്നത്. ഇനി 4ാമത്തെ 5ാമത്തെ 1, 2, 3, 4 5ാമത് എന്താവും നിങ്ങളെ, ഇലയായി ദണ്ട ആ വിത്ത് നിൽക്കുന്ന നോക്കിയതാണ്ട്. നിങ്ങൾ ഈ പറങ്കാവിൻ്റെ കീഴിലൊക്കെ പറങ്ങാണ്ടി കിടന്ന് കിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട, ഈ കിളിപ്പൊക്കെ ഞങ്ങൾ കൊച്ചിലൊക്കെ തിന്നുമായിരുന്നു, ഈ കിളിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ പയർ നടുന്നതും ഒക്കെ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ ഇതിന് പറഞ്ഞത്, ശീർഷം അല്ലെങ്കിൽ പ്ലുമ്യൂൾ എന്നാ, പ്ലുമ്യൂള്, PLUMULE, പ്ലുമ്യൂള്, അതായത് ബീജശീർഷം എന്നാണ് അതിൻ്റെ പടം നല്ലപോലെ അറിയണം കേട്ടോ. അതിൻ്റെയൊക്കെ പേര് കണ്ടോ,
അപ്പോൾ അതാണ് 60ാമത്തെ പേജിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ വിത്ത് മുളയ്ക്കലാണ്. ഈ വിത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? വിത്തിൻ്റെ വലിപ്പം 1-ാം ദിവസം എത്ര ആവുന്നുണ്ട് അത് നിങ്ങൾ ചെയ്തിട്ട് എഴുതാനാണ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതെന്തായാലും എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ചെയ്തേ ഒക്കത്തുള്ളൂ കേട്ടോ. ഒരു പയറോ അല്ലെങ്കിൽ കടലയോ എന്തെങ്കിലും നിങ്ങൾ നട്ടിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ, 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസമൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നോക്കൂ കുഞ്ഞുങ്ങളെ, വിത്തിൻ്റെ വലിപ്പം, വിത്തിൻ്റെ പുറന്തോട്, വിത്തിൽ നിന്ന് മുളച്ച് താഴെ വരുന്ന, ഞാനിപ്പോൾ പടത്തിൽ കാണിച്ചില്ലേ, വിത്തിൽ നിന്ന് മുളച്ചു മുകളിലേക്ക് വരുന്ന ഭാഗം, വിത്തിന്റെ പ്രാഥമിക ഇലകളൊക്കെ എത്രാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്കുണ്ടല്ലോ, ശാസ്ത്ര പുസ്തകം ഉണ്ടല്ലോ നിങ്ങളെ, അതിനകത്തിൽ രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. വിത്ത് മുളച്ച ശേഷം നന്നായിട്ട് വളരുന്നത് ഏത് ഗ്ലാസ്സിലെ ചെടികളാണ്? നിങ്ങളെ ഗ്ലാസ്സിലല്ലേ ഇത് നട്ടത്? ഏത് ഗ്ലാസ്സിലെ ചെടിയാണ് നല്ലതുപോലെ വിത്ത് മുളച്ചതെന്ന്? ഏറ്റവും നന്നായി വളരുന്ന ചെടിക്ക് ഏതെല്ലാം ഘടകങ്ങളാണ് ലഭിച്ചതെന്ന് നല്ലപോലെ ഞാൻ ഫസ്റ്റ് മുതലേ പറയുന്ന കാര്യം എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നല്ല രീതിയിൽ ഒരു വിത്ത് കിളിക്കണമെങ്കിൽ എന്തെല്ലാം വേണമെന്ന് നമ്മൾ പറഞ്ഞു. സൂര്യപ്രകാശം വേണം, സൺലൈറ്റ്, വായു, എയർ വേണം, പിന്നെ നല്ല സോയിൽ, മണ്ണ് നല്ലതായിരിക്കണം, പിന്നെ വാട്ടർ അല്ലേ, വെള്ളം ഒഴിക്കണം. ഇത് ഇത്രയും ഈ 4-5 എണ്ണം ഉറപ്പായിട്ട് വേണം. എങ്കിലേ നമ്മളിപ്പോൾ ആദ്യം തൊട്ട് പഠിക്കുമ്പോഴേ ഈ 5-6 എണ്ണം 4-5 എണ്ണം നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും കേട്ടല്ലോ. ഇനി നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ഈ ഹൈഡ്രോപോണിക്സ് എന്താ നിങ്ങളെ, ഹൈഡ്രോപോണിക്സ് നിങ്ങളുടെ മിക്ക വീട്ടുകളിലും ഉണ്ട്, എല്ലാവരെയും ഒന്നും കണ്ടു കിടത്തില്ല. അപ്പോൾ നമുക്കിനി അതെന്താണെന്ന് നോക്കാം. നോക്കിക്കേ, എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോവിംഗ് പ്ലാന്റ്സ് വിത്തൗട്ട് soil. In this method of cultivation, plants are grown in a nutrient solutions instead of soil. കേട്ടോ, ടെസ്റ്റിൽ കിടപ്പുണ്ട് ബോക്സിനകത്തിൽ. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ. അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കൂ കുഞ്ഞുങ്ങളെ, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി. മണ്ണില്ല എന്ന് വെച്ചാൽ മിക്ക വീടിൻ്റെയൊക്കെ മുറിക്കകത്തൊക്കെ ഇത് നിൽക്കുന്നതാണ്. മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം അവരെന്താണെന്നറിയോ, പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇതാണ് സംഭവം. കാണുന്നുണ്ടോ നിങ്ങളെ? പരീക്ഷയ്ക്ക് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കും എന്താണ് ഹൈഡ്രോപോണിക്സ്. കേട്ടിട്ടില്ല എന്ന് പറയരുത്. ഹൈഡ്രോപോണിക്സ് എന്താണ്? മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് കണ്ടായിരുന്നല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇതൊന്നും ചെയ്യാതിരുന്ന് കാണുന്നവരുണ്ടോ നിങ്ങൾ? എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ആൾക്കാർ കാണുന്നത് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇതിനകത്തിൽ എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നവരുണ്ട്. ഒരു മുതൽ മുടക്കും ഇല്ലല്ലോ നിങ്ങളുടെ ആ വിരൽ വെച്ച് ഒന്ന് കുത്തുന്നതിന് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവർ കുത്തണ്ട കേട്ടോ, അത് അൺസബ്സ്ക്രൈബ് ആയി പോകും കേട്ടോ ഞങ്ങളെ. അപ്പം നമ്മൾ ഹൈഡ്രോപോണിക്സ് പഠിച്ചു. അടുത്ത എന്താ? അപ്പോൾ നോക്കിയേ, ഇനി നമ്മൾ 62ാമത്തെ പേജിലെ നോക്കിയേ, ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണല്ലോ. അപ്പോൾ നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്നതാണ്. ചെടികൾ എപ്പോഴും ആഹാരം ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇലകളിൽ വെച്ചാൽ അല്ലേ. ഈ വിത്ത് മുളച്ച് കണ്ട അവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ ഞങ്ങളെ? വിത്ത് മുളച്ചിട്ട് ഇലയുണ്ടാകുന്നത് വരെ, ഇല പെട്ടെന്നുണ്ടാകത്തില്ലല്ലോ, ഉണ്ടാകുമോ? നടുമ്പഴേ ഇല ഉണ്ടാവും? ഇല്ല. ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? അതിൻ്റെ ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡോൺ നിന്നാണ്. പടം കണ്ടോ നിങ്ങളെ? ബീജപത്രം കണ്ടോ? ബീജപത്രത്തിൻ്റെ മലയാളം എന്താ? ഇംഗ്ലീഷ് എന്താ? കോട്ടിലിഡോൺ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ കോട്ടിലിഡോൺ, ബീജപത്രം. അപ്പോൾ ഒരു പയർ നട്ട് കഴിഞ്ഞാൽ, പയറിൻ്റെ പിക്ചറാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. വിത്ത് മുളച്ച് അത് ഇലയുണ്ടാകുന്നതിന് മുമ്പ്, അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ എന്തെങ്കിലും ഒരു വിത്ത് നട്ടാൽ അതിൻ്റെ പിറ്റേന്നൊന്നും ഇല ഉണ്ടാകില്ല. ആ ഇല ഉണ്ടാകുന്നതിന് മുമ്പേ അത് കിളിച്ച് വരണ്ടേ, അതിന് ആഹാരമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടുന്ന ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജപത്രത്തിൽ അല്ലെങ്കിൽ കോട്ടിലിഡോണിൽ നിന്നാണ്. പയർ വിത്തിന് എത്ര ബീജപത്രമുണ്ട് നമുക്ക് ആ പടത്തിൽ നോക്കിയേ. പയർ വിത്തിന് എത്ര എണ്ണം ഉണ്ട് അതിനെക്കുറിച്ചും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ചോളത്തിലെ ബീജപത്രം ഫസ്റ്റ് പയറാണ് കൊടുത്തിരിക്കുന്നത്, 2 ചോളമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ചോളം കണ്ടോ, ചോളം. ഓക്കെ, ചോളത്തിലെ ബീജപത്രം നോക്കൂ. പയർവിത്തിലേതുപോലെ തന്നെ 2 ബീജപത്രങ്ങൾ ചോളത്തിലും കാണുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് രണ്ടെണ്ണം, ഇതും എന്താ 2 എണ്ണം അല്ലേ. അപ്പോൾ 2 എണ്ണം കാണുന്നുണ്ട് ആണല്ലോ.
ചോളത്തിലും കാണുന്നില്ല. ചോളത്തിൽ ഒരു ബീജപത്രം ആണുള്ളൂ, പക്ഷെ ചോളത്തിൽ ഒരെണ്ണേ ഉള്ളെന്നാണ് പറയുന്നത്. ചോളത്തിൽ ഒരൊറ്റ ബീജപത്രം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്തിൽ എന്താണെന്നറിയോ, ഇത് ഈ പയറൊക്കെ എന്ന് വെച്ചാൽ കിളിക്കുമ്പോൾ ഇത് രണ്ടായിട്ട് അങ്ങ് പൊട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ പിളർത്തി നോക്കുകയെന്ന് പറയില്ലേ, രണ്ടായിട്ട് കപ്പലിൻ്റെ ഒക്കെ എടുത്ത് പിളർത്തി നോക്കുന്നുണ്ടല്ലോ, അതുപോലെയാവും. പക്ഷേ ചോളം അതുപോലെ തന്നെ ഒറ്റയൊരെണ്ണേ ഉള്ളെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ചോളത്തിൽ ഒരു ബീജപത്രമാണുള്ളത്. ഈ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം, നമ്മുടെ ഈ ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗത്തിനെ ബീജാന്നം, ഇതിനെ എന്താ പറയുന്നത്, ബീജാന്നം, അതായത് എൻഡോസ്പേം കേട്ടോ. ഇംഗ്ലീഷുകാരൻ നോക്കൂ നിങ്ങളെ, എൻ്റെ മലയാളം ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം. ഇനി ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജാന്നത്തിൽ നിന്നുമാണ്. മനസ്സിലായോ? ആദ്യത്തെ മനസ്സിലായിരുന്ന കുഞ്ഞുങ്ങളെ പയറിനെ കുറിച്ചാണ്. പയർ വിത്തിന് എത്ര ബീജമുണ്ട്? 2 എണ്ണം ഉണ്ട്. അതൊക്കെ ഒരു മാർക്കിനുള്ളപ്പോൾ ചോദിക്കാം. പിന്നെന്താ, ചോളത്തിന് എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം വേളു കേട്ടോ. അതൊക്കെ 1 വേർഡിന് അതായത് 1 മാർക്കിന് ചോദിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കണേ. പഠിക്കുമ്പം തന്നെ അതുകൂടെ ഇനി പ്രത്യേകിച്ച് അതിനൊരു സമയം നോക്കണ്ട. എൻ്റെ ഇത് കേൾക്കുമ്പം തന്നെ അല്ലേ നിങ്ങൾക്ക് ഭയങ്കര സൗണ്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടോ നിങ്ങളെ? ഞാൻ ഓവർ സ്ട്രെയിൻ എടുത്ത കാരണം ഇത് ഞാൻ മൊബൈലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഇച്ചിരി വോയിസ് കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണുള്ളത്. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ നിന്ന് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജാന്നത്തിൽ നിന്നുമാണ്. ഓക്കെ ആണോ? അപ്പോൾ അതിൻ്റെ ചോദ്യം, ഈ കോട്ടിലിഡോൺ അല്ലെങ്കിൽ ബീജപത്രം എന്താണെന്ന് വെച്ചാൽ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് അണ്ടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോ എ ലീഫ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോട്ടിലിഡോൺ. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജപത്രത്തിൽ നിന്നാണ്. അത് ഓർത്തോണേ നിങ്ങളെ. അതുപോലെ തന്നെ എൻഡോസ്പേം ഈസ് ദ പാർട്ട് ഓഫ് അറ്റാച്ച്ഡ് ടു ദ എന്താന്ന് ചോദിക്കുക. 1 മാർക്കിന് ചോദിക്കുക. എന്താ? കോട്ടിലിഡോൺ. അതായത് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം അല്ലെങ്കിൽ എൻഡോസ്പേം. ഇനി ഇൻ പ്ലാന്റ്സ് with only one cotyledon is a food for the plants is obtained from the endosperm until the seeds germinate and grow its leaves. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യം ഞാൻ വായിച്ചില്ലേ, അത് തന്നെ നിങ്ങളെ. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് അതിൻ്റെ ബീജാന്നത്തിൽ നിന്നുമാണ്. ഓക്കെ ആണോ നിങ്ങളെ? അത്രയും എഴുതിയെടുക്കണേ, ചുമ്മാ നോക്കിയിരിക്കല്ലേ എൻ്റെ പൊന്നു മക്കളെ, എഴുതിയെടുക്കണേ കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ അത്രയേ ഉള്ളൂ നിങ്ങളെ. വിത്ത് മുളയ്ക്കുമ്പോൾ ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ്. അപ്പം നമ്മൾ വിത്തിനെക്കുറിച്ച്, സീഡ് ഓഫ് ലൈഫ്, വിത്തിൻ്റെ ഓരോ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യമേ നമ്മൾ എന്തോത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? എങ്ങനെ നമ്മൾ 2 വിത്ത് എടുത്തിട്ട് അതെങ്ങനെയൊക്കെയാണെന്ന് എഴുതാനും, വിത്ത് മുളപ്പിച്ച് നോക്കുന്നത് എങ്ങനെയാണെന്നും, വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ, ഇനി ജലം ആവശ്യമാണോ, സൂര്യപ്രകാശം ആവശ്യമാണോ, ഇതൊന്നും വേണ്ടായോ, വിത്ത് മുളയ്ക്കൽ എന്നാൽ എന്താണ്, ജീവൻ വെക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഹൈഡ്രോപോണിക്സ് എന്താണ്, പിന്നെ ഈ വിത്തിനകത്തെ ഇതിൻ്റെയൊക്കെ, ഇത് പയറിൻ്റെയും ഇതെന്താ ചോളത്തിൻ്റെ ആണല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ വിത്ത് അകത്തിലെ ഒരു ബീജപത്രം മാത്രമുള്ള എന്തിനാ ചോളമാണ്. അതൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞു. അപ്പോൾ നോക്കി, വിത്ത് മുളയ്ക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം. ഇംഗ്ലീഷ് മീഡിയക്കാർ നോക്കണേ, ഈ പിക്ചർ കണ്ടോ, ഇതിൻ്റെയൊക്കെ നോക്കണേ, ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നതെന്നാ. എന്താ നിങ്ങളെ, ഇനി ഞാൻ ഇംഗ്ലീഷ് എടുത്ത് വായിക്കണം. നിങ്ങൾക്ക് മലയാളം തന്നെ വായിച്ചു തരുന്നാൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അത് എളുപ്പമല്ലേ പഠിക്കാൻ. നോക്കിക്കേ, നമ്മൾ പുളിങ്കുരു ഉണ്ടല്ലോ, പുളിങ്കുരു, ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകൾ മുളപ്പിച്ച് നോക്കൂ. വിത്ത് മുളയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കൂ. എന്താ നിങ്ങളെ? പുളിങ്കുരു, ചക്കക്കുരു, കശുവണ്ടി, നെല്ല്, ചോളം തുടങ്ങിയ വിത്തുകളെ മുളപ്പിച്ച് നോക്കാൻ കേട്ടോ. അപ്പോൾ അതിനെന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് കണ്ടെത്തി നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനായിരിക്കും അല്ലേ. നോക്കിയേ, അടുത്ത ഹാൻഡ്സ് ലെൻസ് ഉപയോഗിച്ച് മുള വന്ന വിത്തുകളെ സൂക്ഷ്മമായി, ലെൻസ് ഉണ്ടല്ലോ, ലെൻസ്, ഹാൻഡ്സ് ലെൻസ്, കൈ ഉണ്ട്, ഇങ്ങനെ കയ്യിലിരിക്കുന്ന ഒരു ലെൻസ് ഉണ്ട്, അറിയോ, ഉപയോഗിച്ച് മുള വരുന്ന വിത്തുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. അതൊക്കെ നമ്മുടെയൊക്കെ കയ്യിൽ ഇവിടുന്ന അല്ലേ, എല്ലാവരുടെ കയ്യിലൂടെ ലെൻസ് വന്നു. സാവധാനം വിത്ത് പൊളിച്ചു നോക്കി ബീജപത്രം, ബീജാന്നം എന്നിവ ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ എന്നാണ് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരെയും കൊണ്ടുവന്നു നടക്കത്തില്ല. എല്ലാവരും എന്തോ ലെൻസ് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? അത് നടക്കുന്ന കാര്യമല്ല, അത് വിട്ടാരോ നിങ്ങളെ. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വിത്ത് മുളയ്ക്കൽ. ഓക്കെ, മുമ്പ് പറഞ്ഞ എന്തായിരുന്നു, ഇത് ഈ ബോക്സിൽ കിടന്ന് എന്താവും നിങ്ങളെ, വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നായിരുന്നു, എന്താ എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ചോദിക്കുക, എന്തോ ഈ വിത്ത് മുളയ്ക്കൽ എന്ന് വെച്ചാൽ എന്താണ്, സീഡ് ജെർമിനേഷൻ എന്നാൽ എന്താണ്, എന്താ നിങ്ങളെ, അതായത് വിത്ത് കുതിർത്തിട്ടേ പുറം തോട് പൊട്ടും.
വിത്ത് നമ്മൾ കുതിരാൻ വെക്കുമല്ലോ, കുതിരാന്ന് വെച്ചാൽ എന്താ, പാലക്കാടിന് വന്ന് കുതിരാനാണോ നിങ്ങളെ? അല്ല, എന്താ, വിത്ത് കുതിർന്ന് പുറംതോട് പൊട്ടുന്നു. ആദ്യം ബീജമൂലവും, അതായത് റാഡിക്കിൾസ്, പിന്നീട് ബീജശീർഷവും, അതായത് പ്ലിമ്യൂള് പുറത്ത് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? വിത്ത് ആദ്യമേ നമ്മൾ എങ്ങനെയാണ് ഈ വിത്ത് മുളപ്പിക്കുന്നത്? വിത്ത് കുതിർത്തിട്ട് എന്താ പുറംതോട് അങ്ങ് പൊട്ടും. അന്നേരം ആദ്യം ബീജമൂലവും, അതായത് റാഡിക്കൽ എന്ന് അതിന് പറയുന്നത് കേട്ടോ, പിന്നീട് അതിൻ്റെ ബീജശീർഷവുമാണ് പുറത്തു വരുന്നത്. ഈ ബീജമൂലം ചെടിയുടെ വേരായിട്ടങ്ങ് മാറും. ഫസ്റ്റ് ബീജമൂലം എന്താ, ചെടിയുടെ വേരായിട്ട് അങ്ങ് മാറും. എന്നാൽ ബീജശീർഷമോ ബാക്കി എൻ്റെ തണ്ടും ഇലയുമായിട്ട് അങ്ങ് മാറും. അതായത് പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ അല്ലെ ബീജാന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്നാണ്. അല്ലോ, മനസ്സിലായോ നിങ്ങളെ? വിത്ത് കുതിരുമ്പോൾ അതിൻ്റെ പുറന്തോട്, ഇപ്പോൾ ചക്കക്കുരു ഇല്ലേ, ഇപ്പോൾ പറഞ്ഞല്ലോ, എന്തൊക്കെയാ, പുളിയുടെ കുരു, പുളിങ്കുരു, ചക്കക്കുരു, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കണ്ടിട്ടുണ്ടോ? അതിൻ്റെ പുറന്തോട് എന്താ, പെട്ടെന്ന് അങ്ങ് പൊട്ടുന്നു. പിന്നെന്താ, അത് പൊട്ടിക്കും. നിങ്ങൾ ചക്കക്കുരു ഒക്കെ കിടന്ന് കിളിക്കുന്നു, നമുക്ക് മനസ്സിലാവുന്ന പറയാം, അതൊക്കെ കിടന്ന് കിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൻ്റെ ചവിട്ടി ഇത് പൊട്ടി വരുന്നത് അതിൻ്റെ ആദ്യമേ ബീജമൂലമാണ്, പിന്നീട് അതിൻ്റെ ബീജശീർഷമാണ് പുറത്ത് വരുന്നതെന്ന്. ഈ ബീജമൂലം ഫസ്റ്റ് വരുമല്ലോ, ആ ബീജമൂലം എന്താ, ചെടിയുടെ വേരായിട്ട് താപ്പോട്ടാണ് പോകുന്നത്. അതായത് ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതാണ്ടേ എന്തായിരുന്നു നമ്മുടെ നടിതാവ് നിങ്ങളെ കണ്ടോ? അതുകൊണ്ട് ഇത് വിത്ത് നടുക. ഈ ബീജമൂലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ആയി ഇറങ്ങി വരുന്ന ഇതില്ലേ, അത് താപ്പോട്ട് കണ്ടോ, താഴോട്ട് അങ്ങ് വേരായിട്ടാണ് പോകുന്നത് കണ്ടോ. പിന്നെ വരുന്നതോ, രണ്ടാമത് വരുന്നതിനെ മേപ്പോട്ട് കേട്ടോ, ബീജം അത് മേളിലോട്ട് ഇലയും തണ്ടുമായിട്ട് മാറുന്നത് ആ സംഭവം. ഇത് അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ, ബീജശീർഷം തണ്ടും ഇലയുമായിട്ട് മാറുന്നു. പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ അല്ലെങ്കിൽ ബീജ അന്നത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വന്ന സസ്യം ഉപയോഗിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സസ്യങ്ങൾ വിത്തിൽ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇതെന്തിനാണ് ഈ ആഹാരം സംഭരിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാ? ഇച്ചിരി കഴിയുമ്പോൾ കഴിക്കാനാണോ? ഏതെല്ലാം വിത്തുകളാണ് നമ്മൾ ആഹാരമാക്കുന്നത്? അപ്പോൾ നമ്മൾ സീഡ് ജെർമിനേഷൻ്റെ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഞാൻ വായിച്ചു തരാം. ദ സീഡ് ബിക്കംസ് സോക്ക്ഡ് ആൻഡ് ഔട്ടർ ഷെല്ല് ബേസ്റ്റ്. First, the radicals and the plumule emerge. The radicals becomes the root of the plant. The plumule becomes the stem and leaf. The growing plants consumes the food stored in the cotyledon or endosperms until the photosynthesis is fully functional. കേട്ടോ, ഇതിങ്ങനെ ടെസ്റ്റ് കിടക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇനി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം കൂടെ നോക്കൂ നിങ്ങൾ, എന്താണ് ഈ സീഡ് ഡിസ്പേഴ്സൽ കേട്ടോ? ഈ വിത്തിൽ നിന്നും അല്ലാതെ ഉണ്ടല്ലോ, എല്ലാ സസ്യങ്ങളുടെയും വിത്തുകളിലാണോ നമ്മൾ നടീൽ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്? വിത്തിൽ നിന്നാണോ നിങ്ങളെല്ലാം? നമ്മളിപ്പോൾ റോസ നടന്നു, അല്ലെ ചെമ്പരത്തി നടന്നു, ഇതെല്ലാം വിത്തെടുത്തോണ്ട് വന്നാണോ? അല്ല, അല്ലാതെയും ഉണ്ട് കണ്ടോ. ചെമ്പരത്തി, നിശാഗന്ധി, കൃഷ്ണകിരീടം, ഇലമുളച്ചിച്ചെടി, ഇതെല്ലാം എന്താണ്? കമ്പ് കൊണ്ടാണ് അല്ലേ? കമ്പ് കൊണ്ട് നട്ടല്ലേ കിളിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളിൽ ഏത് ഭാഗത്തു നിന്നാണ് പുതിയ സസ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത്? എന്താ, അതിൻ്റെ സ്റ്റെം അല്ലേ, അതിനെ കമ്പെടുത്ത. വൈവിധ്യ ഉദ്യാനം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ. വിത്തിൽ നിന്നല്ലാതെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ സസ്യങ്ങൾ വളർത്തി നോക്കി നിഗമനങ്ങളിൽ ഏർപ്പെടുത്തുക കേട്ടോ. അതെന്താ, നമ്മൾ വിത്തല്ലാതെ എടുക്കുന്നത് എന്തൊക്കെയാണെന്നാണ്. വിത്തുകൾ പലയിടത്തിൽ, അത് നമുക്ക് അടുത്ത ലിങ്കിൽ ഇടാവും നിങ്ങളെ. ഇപ്പോൾ 32 നമുക്ക് ഒരു പാർട്ട് കൂടി ഇടാം കേട്ടോ. വിത്തുകൾ പലയിടത്തു നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണേൽ ഒന്നുകൂടെ അതങ്ങ് വായിക്കാം. ഞാവൽ മരവും പക്ഷിയും തമ്മിലൊരു സംഭാഷണമാണ് അല്ലേ. ഞാവൽ പറയാം, നീ എന്തിനാണ് എൻ്റെ ഈ പഴം തിന്നുന്നത്? പക്ഷി, നിന്റെ പഴം തിന്ന് വിശപ്പെടുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, വിത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ എത്തിക്കുന്നുമുണ്ട്. ഞാവൽ, നീ ഇല്ലെങ്കിലും എൻ്റെ വിത്ത് താഴെ വീണ് മുളക്കില്ലേ? പക്ഷി, ഇത്രയും അധികം വിത്തുകൾ നിന്റെ ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലം നിനക്കുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഇതുപോലെ സസ്യത്തിന്റെ വിത്തുകൾ പല സ്ഥലങ്ങളിലും എത്തിക്കുന്ന ജീവികൾ നിങ്ങൾ കണ്ടെത്തി പറയാൻ. നമ്മുടെ റെമ്പുട്ടാനൊക്കെ പിടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ഫുൾ എന്തായിരിക്കും? വവ്വാലായിരിക്കും. അത് കടിച്ചെടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. അതുപോലെ തന്നെ പറങ്ങാണ്ടി ഇല്ലേ, പറങ്ങാണ്ടി എന്താണ്, അത് കടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ട് വല്ലടമൊക്കെ കിടന്നപ്പോൾ കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ കൊണ്ടിടുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്? അണ്ണാനും വവ്വാലും ഒക്കെയാണ് കേട്ടോ. വിത്ത് പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിൽ മനുഷ്യനുള്ള പങ്ക് എന്താണ്? ജീവികൾ മാത്രമാണോ വിത്ത് വിതരണം നടത്തുന്നത്? അങ്ങനെ മാതൃസസ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതിനെ നമ്മൾ വിത്ത് വിതരണം അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നു. എന്താ നിങ്ങളെ, ഈ സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെന്റ് ലൊക്കേഷൻ. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
അപ്പം നമുക്ക് ബാക്കി വിതരണം എന്തിനാന്ന് തൊട്ടുള്ളത് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ഇടാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോ കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലായെന്ന് എല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പാർട്ട് ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ വിട്ടാരോ കുഞ്ഞുങ്ങളെ. മനസ്സിലായെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ഏത് പാഠമാണ് പഠിക്കുന്നത്? സീഡ് ഓഫ് ലൈഫ് അല്ലേ, അതായത് വിത്ത് ജീവനുള്ള വിത്തുകൾ, 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ കഥ തൊട്ട് നമ്മൾ വായിച്ചായിരുന്നു. മനസ്സിലായെങ്കിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണേ. ഓക്കെ, കമൻറ്റും ഒക്കെ പോരട്ടെ കേട്ടോ. താങ്ക് യു.